ദിലീപ് ചിത്രം ഭ ഭ ബ ബുക്കിംഗ് ട്രെൻഡിങ്ങിൽ. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗിൽ ടിക്കറ്റ് തൂത്തുവാരി ചിത്രം കുതിക്കുന്നു. ക്രിസ്മസ് റിലീസുകൾ ആദ്യം എത്തുന്ന സിനിമ കൂടിയാണിത്. ഫാൻ ഷോ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. പാട്ടും ആഘോഷവും ആരവുമായൊക്കെ ദിലീപ് ചിത്രം എത്തുന്നു. ബബ്ബ ബുക്കിംഗ് ട്രെൻഡിങ്ങിൽ മുന്നേറുകയാണ്. ചൈന ടൗണിന് ശേഷം ദിലീപിനൊപ്പം മോഹൻലാലും എത്തുമ്പോൾ ഇതൊരു തൃശൂർ പൂരം ആവേശം തന്നെ. ആദ്യ ഷോ രാവിലെ 8 മണിക്കാണ് തുടങ്ങുന്നത്. അതെ, നടൻ ദിലീപിന്റെ തന്നെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം. ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയ പരീക്ഷണം. അതിന് തന്നെയാണ് താരം ഒരുങ്ങുന്നത്. ദിലീപിന്റെ പുതിയ സിനിമ ഭബ്ബ റിലീസിന് ഒരുങ്ങുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ദിലീപിന്റെ പുതിയ സിനിമ ഭബ്ബ റിലീസിനെത്തുമ്പോൾ ആവേശമാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് സിനിമയുടെ റിലീസ് എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് ട്രാക്ക് റെക്കോർഡ് തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സിനിമയ്ക്ക് താരത്തിന്റെ കരിയറിനെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നാണ് സിനിമാ ലോകവും ഉറ്റുനോക്കുന്നത്. പക്ഷേ ചിത്രത്തിന്റെ വരവ് പ്രഖ്യാപിച്ചതു മുതൽ തന്നെ റെക്കോർഡ് കുതിപ്പിലാണ് ചിത്രം മുന്നേറുന്നത്. ഇപ്പോൾ പ്രീസെയിൽ ബിസിനസ്സിലും കോടികൾ വാരി ബബ്ബ കുതിക്കുകയാണ്. ബുക്ക് മൈ ഷോയിലും റെക്കോർഡ് വിൽപ്പന. റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗിൽ ടിക്കറ്റ് തൂത്തുവാരിയിരിക്കുകയാണ് ചിത്രം. മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റുപോകുന്നത്. ഏകദേശം 1 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം മാത്രം പ്രീസെയിൽ ബിസിനസ്സിലൂടെ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ റിലീസുകളിൽ ആദ്യം എത്തുന്ന ചിത്രം കൂടിയാണിത്. ഈ ആഴ്ച അവതാർ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ മറ്റു പ്രധാന റിലീസുകളൊന്നും തന്നെയില്ല. കൂടുതൽ റിലീസ് സെന്ററുകളും ചിത്രത്തിന് ലഭിക്കുമെന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ ആഴ്ചയിൽ കൂടുതൽ കളക്ഷൻ ലഭിക്കാൻ ഇതൊക്കെ കാരണമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നുണ്ട്. രാവിലെ 8 മണി മുതലാണ് ഫാൻ ഷോ ആരംഭിക്കുന്നത്. മോഹൻലാലിന്റെ അതിഥിവേഷവും സിനിമയുടെ ഹൈപ്പ് കൂട്ടുന്ന ഒരു ഘടകമാണ്. ആയതിനാൽ തന്നെ ദിലീപ് ആരാധകർക്കൊപ്പം മോഹൻലാൽ ഫാൻസ് കൂടി തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അപ്പോൾ ആവേശം ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകളും. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ഒത്തുചേരുന്ന ഈ തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന വമ്പൻ അതിഥിവേഷത്തിൽ നമ്മുടെ ലാലേട്ടനും എത്തുമ്പോൾ ആവേശം ഇരട്ടിയാകും. ആദ്യാവസാനം പ്രേക്ഷകർക്ക് ആഘോഷം സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ട്രെയിലറും നൽകുന്ന സൂചനകൾ. മോഹൻലാൽ ദിലീപ് ചിത്രത്തിൽ അഭിനയിക്കാനുള്ള തീരുമാനത്തെ പലരും ചോദ്യം ചെയ്ത് എത്തുകയും ചെയ്തിരുന്നു. വിമർശനങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ ഘടകങ്ങൾ ചിത്രത്തിലുണ്ടായിരിക്കണം. അതിനാൽ തന്നെയായിരിക്കും ലാലേട്ടൻ ഇതിൽ അഭിനയിച്ചതും. എന്തായാലും ഡിസംബർ 18-ന് 8 മണി കഴിയുമ്പോൾ നമുക്കറിയാം ഇതിനൊക്കെയുള്ള ഉത്തരം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.